സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി ഇത് സർക്കാരിന്റെ ഭരണത്തിന്മേലുള്ള വിലയിരുത്തലാകുമെന്ന നിലപാട് എല്ലാ കുടുംബ സംഗമങ്ങളിലും ആവർത്തിച്ചു. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രസംഗം. വികസന രംഗത്ത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യം ആക്കിക്കൊണ്ടിരിക്കുക. കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ, സ്മാർട്ട് സിറ്റി, ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം. കേരളത്തിൽ വികസന പദ്ധതികളുടെ ഒരു വേലിയേറ്റം, പെരുമഴ. 6 കുടുംബയോഗങ്ങളിലും അരുവിക്കരയിൽ ഒരു പൊതുയോഗത്തിലുമാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. മന്ത്രിമാരായ അടൂർ പ്രകാശ്, VS ശിവകുമാർ, NK പ്രേമചന്ദ്രൻ MP, AC ജോസ് തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, അരുവിക്കര. പണം വാങ്ങിയോ? ഇല്ല. എന്നാൽ വാങ്ങിയില്ലേ? വാങ്ങി. ആരാണ്? സരിത. കൂടെ സഹായിച്ച് ആര്? സലിം രാജ്, പിന്നെ ജിക്കു, പിന്നെ ആരാ? ജോപ്പൻ, പിന്നെ ചിക്കു. കാച്ചിക്കുറുക്കിയ രാഷ്ട്രീയ വിമർശനങ്ങളുടെ മുന മുഖ്യമന്ത്രിക്ക് നേരെ. സോളാറും സരിതയും ബജറ്റും ബാർക്കോഴയുമെല്ലാം സർക്കാരിനെതിരായ ആയുധമാക്കി പന്നിൻ രവീന്ദ്രൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉറക്കമില്ല. 4 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ. മാണിക്കോ സുഖനിദ്രയാണ്, 10 മണിക്കൂർ ഉറങ്ങും. കാരണം മാണിക്ക് സുഖമായി ഉറങ്ങാൻ കിട്ടുന്ന കളക്ഷൻ എണ്ണാൻ യന്ത്രമുണ്ട്. മാവേലി സ്റ്റോറുകളിലെ ദാരിദ്ര്യവും KSRTCയുടെ ആത്മഹത്യാക്കണിയുമെല്ലാം പതിവ് ചോദ്യോത്തര ശൈലിയിൽ വേദികളിൽ അവതരിപ്പിച്ചു. സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടങ്ങളുടെ പട്ടിക നിരത്തിയാണ് LDFനായി പന്നിൻ വോട്ട് തേടിയത്. സോളാർ നടപ്പിലാക്കും 50-50. ആരാ 50? സരിത നായർ, 50യോ ഇവര്. പ്രസംഗങ്ങളിലെ വിമർശന മുനകളെ കുറിച്ച് പന്നിൻ രവീന്ദ്രൻ പറയുന്നത് ഇങ്ങനെ: സത്യസന്ധമായി സർക്കാരിന്റെ പ്രവർത്തനം നോക്കിക്കാണുന്ന ആർക്കും ഒരു രോഷമുണ്ടാവും. ഈ രോഷമില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ജീവിക്കുന്നത്? ഉമ്മൻചാണ്ടിക്ക് അരുവിക്കര വാട്ടർലൂ ആകുമെന്ന് വിമർശിച്ച പന്നിൻ നരേന്ദ്രമോദിയെ ആക്ഷേപശരങ്ങൾ കൊണ്ട് മൂടിയത് സദസ്സിനൊപ്പം വേദിയും ആസ്വദിച്ചു. നടക്കം ഇടക്കിടക്ക് പിടിക്കുന്നുണ്ട് കോട്ട്. എനിക്ക് പിടികിട്ടിയില്ല. സംഭവം എന്നറിയോ? കോട്ട് കാണിക്കുക. ആരാ? ഒബാമയെ. രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്, അരുവിക്കര. അരുവിക്കരയിലെ ഒരു കോപ്പ അമേരിക്കൻ ചിന്തയാണിത്. LDF 4-3-3 എന്ന ഫുട്ബോൾ കേളി ശൈലിയിലാണ് പ്രചരണം. ഉപതെരഞ്ഞെടുപ്പിൽ 2-0 മുന്നിൽ നിൽക്കുന്ന UDFനെ പരാജയപ്പെടുത്താൻ ഇത്തവണയും കോച്ചും ഗോളിയും സാക്ഷാൽ പിണറായി വിജയൻ തന്നെ. എന്നാൽ LDF ഓഫീസായ പെനാൽറ്റി ബോക്സ് വിട്ട് പിണറായി പുറത്തിറങ്ങിയിട്ടില്ല. ഇനി കുട്ടിക്കലാശത്തിന് മുമ്പ് അദ്ദേഹം ഒരു ഹിഗറ്റയാകുമോ എന്നറിയില്ല. പാർട്ടിക്ക് വിശ്വസ്തരായ 4 പേരാണ് പ്രതിരോധ നിരയിൽ. കോടിയേരി ബാലകൃഷ്ണൻ, MM മണി, EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ. പാർട്ടി കുടുംബയോഗങ്ങളിലാണ് ഇവർ സജീവം. ഉഴവൂർ വിജയൻ, TK ഹംസ, KT ജലീൽ എന്നിവരാണ് മധ്യനിരയിൽ. മാണിയും മാഗിയും അപകടമാണെന്നറിയിച്ച് ഉഴവൂരിൻ്റെ പാസ്. RSSും കോൺഗ്രസും ഒന്നാണെന്നറിയിച്ച് ജലീലിൻ്റെ ഹെഡർ. ഇനി ഗോളടിക്കാൻ 3 മുൻനിരക്കാർ. വലത് വിങ്ങിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി ഉമ്മൻചാണ്ടിയെ ട്രിബിൾ ചെയ്യാൻ VS സുനിൽകുമാർ. ഇടത് വിങ്ങിൽ മുൻ സഹകളിക്കാരുടെ തന്ത്രങ്ങളറിയാവുന്ന ഫോർവേഡ് KB ഗണേഷ് കുമാർ. KM മാണിക്കെതിരെ കോഴയാരോപണങ്ങളിലൂടെ സിസർ കട്ടും പോസ്റ്റിലേക്ക് ലോങ് ഷോട്ടുകളും. ഇനി സെൻറ്റർ ഫോർവേഡാണ് വില കൂടിയ താരം VS അച്യുതാനന്ദൻ. ടീം മാനേജ്മെൻറ്റിന് താല്പര്യമില്ലെങ്കിലും മികച്ച കളിയിലൂടെ ടീമിൽ ഇടം നേടിയ സ്ട്രൈക്കർ. മഞ്ഞക്കാർഡുകൾ നിരവധി കണ്ടതിനാൽ കളി തീരാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ ഗോളടിക്കാൻ വേണ്ടി മാത്രമിറക്കുന്നു. നീട്ടിയും കുറുക്കയും ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ നിരവധി ഷോട്ടുകൾ. കളി തീരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. അരുവിക്കരയിലെ ജനങ്ങൾ ഫൈനൽ വിസിൽ മുഴക്കുമ്പോൾ ആരുടെ ഗോൾ വില ചലിക്കും? കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും കാവിലെ പാട്ട് മത്സരത്തിലും തോറ്റ അരിശുമൂട്ടിൽ അപ്പുക്കുട്ടനെ പോലെ LDF മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ മത്സരം കൂടി തോറ്റാൽ ഇനി ഈ വർഷം ഉമ്മൻചാണ്ടി സർക്കാരിന് ഉപതെരഞ്ഞെടുപ്പ് ഒന്നുമില്ലെന്ന്. മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്, അരുവിക്കര.